ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. പുഡിങ് ഏതാണെന്നല്ലേ, ബട്ടർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി വന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തത്. 1 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പാല് ചെറുങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ കൂടി ആഡ് ചെയ്യുക. ഇത് കറക്റ്റ് മധുരമാണ്, ആ മധുരത്തിലാണ് ഞാൻ ആക്കിയത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബട്ടർ ഒന്ന് മെൽറ്റാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കസ്റ്റേർഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡിലേക്ക് 1/4 കപ്പ് പാലും കൂടി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമുക്ക് പാലിൻ്റെ മിക്സില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് ഇട്ട് കൊടുത്തതിനാൽ നമ്മൾ പാലിൽ ഒന്നും കൂടി കുറുക്കി വരും. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബ്രെഡാണ്. 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ല കൈയോടനെ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തതിനാൽ നമ്മളെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് കുറച്ച് തണിയാൻ വേണ്ടി വെക്കാം. ഇനി ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിന്. ആ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് കസ്റ്റേർഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് തണിഞ്ഞ കസ്റ്റേർഡിലേക്ക് ചൂടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം രണ്ടും ഒരേ ചൂടായിരിക്കണം. ചൈന ഗ്രാസ് ചെറുങ്ങനെ ഒന്ന് കൈയോടൊന്ന് ആറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്ക് ഒരു ചൂട് ബാലൻസ് ആവും. ഇനി ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഫുള്ളായിട്ട്. കസ്റ്റേർഡിൻ്റെ മിക്സ് ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കൈയോട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പുഡിംഗ് ട്രേയിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം പൊടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്.
അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ് ഇവിടെ റെഡിയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ പുഡിങ്ങിൻ്റെ ഇതിൽ ചെറുങ്ങനെ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബദാം കടിക്കുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നോട് അഭിപ്രായം പറയാം. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്ന് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.